ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലോ തനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേർജിനിറ്റി നഷ്ടപ്പെടാത്ത ശ്യാമള കോമള തീരെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റിയലി ബ്യൂട്ടിഫുൾ. വെറും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പോരാ, ഇറ്റ്സ് ലൈക്ക് എ പ്രിറ്റി വോളപ്റ്റസ് യങ് വുമൺ. കല്ലിലടിച്ച് കീറിയിട്ടൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. മുതലാളി വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഓ, വള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ലോകത്തൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശാന്തസുന്ദരമായ കായൽ, കായലിനപ്പുറം മലനിര, അതിനുമപ്പുറം വള്ളിക്കുന്ന് പുഴ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നാണയ വിശേഷങ്ങൾ? ഞങ്ങളുടെ മാവേലി തമ്പുരാനല്ലേ വന്നേക്കണേ. ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഈ അടിയങ്ങൾക്കുള്ളത്? ഇവരൊക്കെ ആരാ മുതലാളി? ഇത് മിസ്റ്റർ വിനോദ് ഭാസ്കർ, കേന്ദ്രമന്ത്രി ഭാസ്കർജിയുടെ മകനാ. ഇത് വിനോദിന്റെ ഭാര്യ മിസ്സിസ് ജയന്തി വിനോദ്. രണ്ടുപേരും കുറച്ചു ദിവസം നമ്മളുണ്ടാവും. അടിയങ്ങളുടെ ഭാഗ്യം. ഇത് നാണയമ്മ, ഇതെന്റെ ഇവിടുത്തെ കാര്യസ്ഥൻ രാഘവൻ, അത് കുമാരൻ, അത് ചന്ദ്രൻ. മുതലാളി ഇന്ന് വരും നാളെ വരുന്ന കരുതി കാത്തിരിക്കാൻ നാട്ടുകാർ മുഴുവൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വരാതിരിക്കോ കുമാര? കമോൺ മേശരി, ആ പെട്ടികളൊക്കെ എടുപ്പിച്ചോളാം. ചന്ദ്ര, ഓ, കൂട്ട കാശുള്ള വീട്ടിലെ കുട്ടിയാന്ന് കണിച്ച. എന്താ അതെ അതെ, തോമാച്ചൻ ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാണല്ലേ? ഒക്കെ വെറും പാവങ്ങളാ, ശുദ്ധഗതിക്കാര്. അവരുടെ ദൈവമാണ് തോമസ് സാറല്ലേ? അതെന്റെ പ്രവൃത്തിയുടെ ഗുണമാ. ഞാൻ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. ആ പിന്നെ ദാ ആ ബെഡ്റൂം നിങ്ങൾക്ക് എടുക്കാം. AC ഉണ്ടോ? ഈ ഗ്രാമം മുഴുവൻ സെൻട്രലൈസ്ഡ് AC-യാ. ഫാന്റെ പോലും ആവശ്യമില്ല. ജനാലെ അങ്ങോട്ട് തുറന്നിട്ടാൽ അസല് കാറ്റാ പുഴയെന്ന്. ചന്ദ്ര, എന്തോ? ആ പെട്ടികളങ്ങ് തെക്കേ മുറിയിലോട്ട് വെച്ചേക്ക്. ശരി മുതലാളി. അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആകാം. എന്ത് വേണമെങ്കിലും ആവാം. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി, അല്ലേ മിസ്ത്രി? അത് പിന്നെ പറയാനുണ്ടോ? എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഈ റൂമൊക്കെ ഡസ്റ്റ് ആണല്ലോ. ഡോൺ വെറി, അതൊക്കെ നമുക്ക് ഉടനെ ക്ലീൻ ചെയ്യിക്കാം. വിനോദല്ലേ? ഓക്കെ. എന്താ മേസ്ത്രി ഇത്? ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ? ഞാനും ചന്ദ്രനും കൂടെ ഒക്കെ അടിച്ചു തുടച്ചതാ. എന്നാ കുറച്ചു ദിവസമായി. തെങ്ങി കയറിക്കണേന്റെ തിരക്കിനിടയ്ക്ക് ആ ഭവാനിയമ്മ എന്തിയെ? ഭവാനിയമ്മയ്ക്ക് തീരെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ അസ്കരിയുണ്ടേ. എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചേപ്പിച്ചൂടായിരുന്നോ? പണിക്കാരെ കിട്ടുന്നപ്പോ വലിയ പാടാ. വിനോദിന്റെ ഭാര്യ ഒരു കോടീശ്വരന്റെ മോളാ. നമ്മുടെ ഗസ്റ്റുകളായിട്ട് അവരെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഭവാനിയമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഓ, ആ എന്ത് സങ്കടം ഞാനിനി ആരോടാ പറയാ? നീ ഒന്ന് കരയാണ്ടിരിക്കടി. നമുക്ക് സമാനം ഉണ്ടാക്കടി സരു. ഞാനല്ലേ പറയണേ. മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാം. കൃഷ്ണേട്ടൻ വന്നോ? വന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ കൃഷ്ണേട്ട ഇപ്പൊ ചെയ്യാ? മോനെ ശിവൻകുട്ടി, ഒരവധിയും കൂടെ നീ കേൾക്കണം. നോ, പറ്റില്ല. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തുവാ പറയാനാ? വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 ഉറുപ്പിയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. ലക്ഷവും കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കുടിയെ കൊണ്ടുതരാം. അളിയൻ അറങ്ങ് കള. കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനിയൊരു അവധി ശിവൻകുട്ടി കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ആഫീസിനടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്നറിയാവോ? എനിക്കതൊന്നും കേൾക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനാ ഈ ശിവൻകുട്ടി. വെള്ളം ഉണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാ നെറ്റിമേ പോരാൻ ഒരു തൊട്ടുവടില്ല. ഇല്ലെങ്കിൽ വേണ്ട. ദേ ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ. പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ, അങ്ങനെ പറയില്ല അളിയ. സരോജത്തെ ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നാണക്കേടാ. അറിയട്ടെ, 4 ആൾ അറിയട്ടെ. സ്വന്തം പല്ലുടെ കുത്തി എന്തിനാ ഇങ്ങനെ നാട്ടിക്കണത്? നാറ്റിക്കടി, നിങ്ങളെ ഒക്കത്തിനെ ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ. കാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. അളിയ പിണങ്ങി പോവല്ല അളിയ. എന്റെ ഒരു അവധി കൂടി അളിയൻ കേക്ക്. അളിയൻ പോയോ കൃഷ്ണേട്ടാ?
ശിവൻ പോയി രാമു. ആരാത്? രാഘവ മേസ്ത്രിയാ? അതെ, ശിവൻകുട്ടി ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. എന്തു പറ്റി? സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും 5000 രൂപ പോലും വില കൽപ്പിക്കാത്ത ദ്രോഹി. പിന്നെ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. മുതലാളി വന്നിട്ടുണ്ട്. വന്നോ? വന്നു. കൂടെ ഡൽഹിന്ന് മന്ത്രിയുടെ മോനും ഭാര്യയും. AC റൂമിലൊക്കെ താമസിച്ച് ശീലിച്ചവരല്ലേ. അടിച്ചും തുടച്ചും എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടണമെന്ന് നിർബന്ധം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണിക്കൊരാളെ കിട്ടണ്ടേ? എനിക്ക് വയ്യാന്നുള്ള വിവരം പറഞ്ഞില്ലേ? പറയാണ്ടല്ല, മുറികളിലൊക്കെ കയറി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങൾ കാണുകയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് വേണ്ടേ? വാസന്തിക്കൊന്ന് പോയാലെന്താ? വെറുതെ തുള്ളിച്ചാടി നടക്കുകയല്ലേ. വല്ല വീട്ടിലെ അടുക്കളപ്പണിക്ക് പോകാൻ എനിക്ക് വയ്യ. ഓ, അവള് കണ്ണുപൊട്ടം കളക്ടറുടെ അനിയത്തിയല്ലയോ? 4 കാശ് കിട്ടണ പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ തണ്ടി. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ പറഞ്ഞോട്ടെ മോളെ. ഇഷ്ടല്ലെങ്കിൽ പോണ്ട, മേസ്ത്രി പൊയ്ക്കോളൂ. എനിക്ക് വയ്യെങ്കിലും ഞാൻ വരാം. ആവു, സമാധാനമായി. രാമുവേ, അപ്പൊ പോവാ. ശരി മേസ്ത്രി. നീ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാകും. തക്ക സമയത്തിന് തന്നെയാ തോമസ് സാർ എത്തിയത്. നീ നോക്കിക്കോ, ആ ബാങ്ക് മാനേജരെ കൊണ്ട് നിന്റെ ലോൺ ഞാൻ ഇന്ന് തന്നെ പാസ്സാക്കി. നേരാണോ കൃഷ്ണേട്ടാ? തോമസ് സാറ് പറഞ്ഞാൽ ലോൺ കിട്ടോ? കിട്ടുമെന്നോ? തോമസ് സാർ ആ ഫോൺ എടുത്തൊന്ന് കറക്കിയാ മതി. 5000 അല്ല 5 കോടി ലോൺ കിട്ടും.